اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയരായ ഗുരുവന്യന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ ഗമനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അന്നിവിടെ ഏറ്റുകൊണ്ട വിഷയം അയൽവാസികളോടുള്ള കടമകളും കടപ്പാടുകളും എന്ന വിഷയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പറയാനും അതിനുപരി പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് കാട്ടിലോ കടലിലോ മരുഭൂമികളിലോ മലമുക്കുകളിലോ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഏകാന്ത ജീവിയായിട്ടല്ല, മറിച്ച് മാതാവും പിതാവും സഹോദരനും സഹോദരിയും ഭാര്യയും മക്കളും ഒരയൽവാസിയും എല്ലാമുള്ള അവരോടൊപ്പം സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്ന ഒരു സാമൂഹ്യ ജീവിയായിട്ടാണ്. സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയും മറ്റുള്ളവരോട് കടമകളും കടപ്പാടുകളും വ്യക്തമായി കൃത്യമായി നിർവഹിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് പരസ്പരം സഹകരണവും സഹവർത്തിത്വവുമുള്ള നല്ലൊരു ഉത്തമമായ സമുദായമായി മാറാൻ കഴിയുകയുള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ 10 മാസം